മൂന്നാം മാഷെ ട്യൂട്ടോറിൽ ആരെയും കണ്ടില്ല. കുറച്ച് കഴിയുമ്പോ ട്യൂട്ടോറിയൽ തന്നെ കണ്ടിരുന്നത് അനുദിനം വളരെ വളരെ വഷളായിക്കൊണ്ടിരിക്കുക. ഷർട്ടിന്റെ വാടക കൊടുത്തിട്ട് 6 മാസമായി. നീയാണ് ഭാഗ്യവാൻ. എന്തായി? പോസ്റ്റിംഗ് ആയില്ലേ? പോസ്റ്റിംഗ് ആയി. ഇനിയല്ലേ പരീക്ഷണം. അടുത്ത ബുധനാഴ്ച ചാർജ് എടുക്കണം. എനിക്കൊരു മനസ്സമാധാനമില്ല മാഷെ. ഏത് സ്റ്റേഷനിലാ? കുറച്ചുള്ളിലാ. മുതലക്കുണ്ട് പോലീസ്. എവിടെ എവിടെ? മുതലക്കുണ്ട്. എടോ, നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവരെ കണ്ട് ആ സ്റ്റേഷൻ മാറ്റി തരാൻ പറ. എന്താ ഇവിടെ പ്രശ്നം? എടോ, കുറച്ചു കാലം കൂടി നിനക്ക് ജീവിച്ചിരിക്കുന്ന ആഗ്രഹമില്ലേ? പിന്നെ ജീവനിൽ കൊതിൽ ഒരൊറ്റ ഒരുത്തനും മുതലക്കുണ്ടിൽ SI ആയിട്ടില്ല. വലിയ വലിയ കൊമ്പന്മാരായ ഇൻസ്പെക്ടർമാര് വരെ തോറ്റ് തൊപ്പിട്ട് വന്ന സ്ഥലമാണത്. മിടുക്കന്മാരാൻ ശ്രമിച്ച പല വമ്പന്മാരുടെയും ശവം പോലും ഇന്ന് വരെ കണ്ടുകിട്ടിയില്ല. എന്താ അവിടെ കുഴപ്പം? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. നീ എങ്ങനെങ്കിലും ഒന്ന് സ്ഥലമാറ്റം വാങ്ങാൻ നോക്ക്. എന്റെ ഒരു അനന്തരവൻ അവിടുത്തെ ഒരു സ്കൂൾ പഠിപ്പിക്കുക. അവൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഓർത്താ നമ്മൾ ഈ കേരളത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്ന പ്രശ്നമില്ല. പോസ്റ്റേടെ വേറെ എവിടെയെങ്കിലും പോസ്റ്റേട്ടെ. അല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാൽ സ്റ്റേഷൻ മാറ്റി കിട്ടില്ലേ? ആ മനുഷ്യൻ എന്റെ ജീവൻ പോയി കിട്ടാൻ കാത്തിരിക്കല്ലേ മാഷെ. മാഷെന്ന് എന്റെ കൂടെ വീട്ടിലേക്ക് വരുമോ? അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ അച്ഛനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കും. എന്റെ മകനായതുകൊണ്ട് ആള് ധീരനായിരിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് നിന്നെ മുതലക്കുണ്ടി തന്നെ പോസ്റ്റ് ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് ആവുമ്പോ 1 കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നിന്നെ തട്ടി അവരകത്താക്കോ. പിന്നെ ആയിരക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് സർക്കാർ നിന്നെ ട്രെയിനിങ്ങിന് അയച്ചത് വെറുതെ അല്ല. വലിയ സ്വാധീനമുള്ള ആളല്ലേ, ചെന്ന് പറഞ്ഞാ എന്ത് കാര്യവും കൂടെയത്ത് ചലക്കാതെ. അല്ല, മുതലക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള സ്ഥലമല്ല. തന്റെ റെക്കമെൻഡേഷൻ ഒന്നും ഇവിടെ വേണം. മാഷെ, ആ മനുഷ്യനൊരു ബോധവും കഥയില്ല. മുഴു പ്രാന്ത. ഞാനൊരു പദ്ധതി ആലോചിച്ച് വെച്ചിരിക്കുക. എന്താ? ഞാൻ മുതലക്കുണ്ടി ചെന്ന് മാഷിന്റെ അനന്തരവനൊന്ന് കാണട്ടെ. ഒരു കത്ത് തന്നാ മതി. ഏതായാലും തൽക്കാലം ചാർജ് എടുക്കുന്നില്ല. വല്ല ന്യൂമോണിയായോ ടൈഫോയിഡോ ഒക്കെ ആണെന്ന് പറഞ്ഞ് കുറച്ചു കാലം ലീവ് എടുക്കാം. എന്നിട്ട് പുതിയ SI ആണെന്ന് നാട്ടുകാരെ ആരെയും അറിയിക്കാതെ കുറെ കാലം അവിടെ താമസിക്കും. അവിടുത്തെ എല്ലാ വില്ലന്മാരെയും കുഴപ്പക്കാരെയും സോപ്പിട്ട് വശത്തായി കഴിഞ്ഞാൽ കുറച്ചു കാലം എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാം. എല്ലാവരുടെയും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ചാർജ് എടുക്കാമല്ലോ. ഒരു ഹ്രസ്വകാല പ്രശ്ന വേഷം എന്തോന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു ഐഡിയ ആണത്. പക്ഷേ നല്ല വില്ലന്മാരെ ഫ്രണ്ട്ഷിപ്പിന് കിട്ടുമോ? അല്ല, അങ്ങനെ കിട്ടില്ല. എന്റെ സോപ്പിൽ വില്ലന്മാര് വീഴില്ല എന്നാണെങ്കിൽ ജീവൻ പോയാലും ഞാൻ ചാർജ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല. ശ്രമിച്ചു നോക്ക്. നിന്റെ സോപ്പിൽ വില്ലന്മാര് വീട് കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ മുതലക്കുണ്ട് ഭഗവതി. വന്നാട്ടെ. ഇരിക്കും. ഇത്തരം സത്കർമ്മങ്ങൾ വലിയ മനുഷ്യർക്ക് ചെയ്യാനൊക്കൂ. ശ്രീമാൻ അനന്തൻ നായരുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്കൂൾ മുതലക്കുണ്ടിനെ സർക്കാർ അനുവദിച്ചു തന്നത്. പട്ടിണിപ്പാവങ്ങളായ കുറെ കുട്ടികൾക്ക് ഇപ്പോഴിതാ അദ്ദേഹം വസ്ത്രം ദാനം ചെയ്യും.
ആ പുണ്യമായ കൈകൾ കൊണ്ട് തന്നെ അത് ചെയ്തു തരുവാൻ ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി പണം ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് അയച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, വല്ല പ്രയോജനം ഉണ്ടാവും? ഇല്ല മുതലാളി. ആ അതാ പറഞ്ഞത്, നമ്മൾ വല്ലതും ചെയ്യുമ്പോ 4 ആൾ അറിയണം എന്ന് വെച്ചാൽ 4 ആൾ അറിയാനായിട്ട് വല്ലതും ചെയ്താലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഉള്ളതാ മുതലാളി. ആളുകൾക്കൊക്കെ വലിയ മതിപ്പായി പോയി. പക്ഷെ ആ ബാലനും കൂട്ടരും ആ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വേലായുധന്റെ പുരയിടത്തിൽ കൂടി നമ്മൾ റോഡ് വെട്ടുന്നതില് വേലായുധനല്ല ബാലനാ എതിര് നിൽക്കുന്നത്. കുട്ടനായരുടെ ചായക്കടയിൽ നിന്നുകൊണ്ട് അവൻ പറയാ, പാവപ്പെട്ട കർഷകരെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഈ ഗോഡൌൺ ഉണ്ടാക്കുന്നതെന്ന്. ഓഹോ, എങ്ങനെ കൊള്ളയടിക്കുന്നു? മാർക്കറ്റിലുള്ള വിലയുടെ പാതി പോലും കർഷകർക്ക് കൊടുക്കാതെയാണ് അത്രയും നമ്മൾ മലഞ്ചരക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച മലഞ്ചരക്ക് സൂക്ഷിക്കാൻ കെട്ടിയുണ്ടാക്കിയ ഗോഡൌണിലേക്ക് റോഡ് വെട്ടാൻ സമ്മതിക്കില്ല എന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. എങ്കിൽ പിന്നെ റോഡ് വെട്ടിയിട്ട് തന്നെ കാര്യം. ബാലന്റെ കൂടെയുള്ള വേറെ ചില നാറികൾ നമുക്ക് എതിരാ മുതലാളി. എന്ന് വെച്ച് ഇവനെയൊക്കെ ഭയപ്പെട്ടിട്ട് റോഡ് പണി വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? ആ നോക്കാം. ജീപ്പിന് കാത്തു നിൽക്കുകയായിരുന്നു. കാമ്പാൻ ഷോപ്പില് ചരക്ക് തീർന്നു അറിയിച്ചിരുന്നു. ആ ജീപ്പ് എടുത്തു. പിന്നെ നാളെ കാലത്ത് തന്നെ റോഡ് പണി തുടങ്ങണം. നമ്മുടെ കുറെ ആൾക്കാരെ സംഘടിപ്പിച്ചോളൂ. നാട്ടുകാർക്ക് വേണ്ടിയാണ് ഗോഡൌണും റോഡും മറ്റുമെന്ന് ബോധ്യപ്പെടുത്തിയേച്ചാൽ മതി. ഞാൻ രംഗത്തുണ്ടാവില്ല. നാട്ടുകാരുടെ നന്മയ്ക്കെതിരെ നിൽക്കുന്നവൻ ആരായിരുന്നാലും ശരി, അതൊരു പ്രശ്നമാക്കണ്ട. പിന്നെ ഊട്ടിയിൽ നിന്ന് മോൻ വിളിച്ചിരുന്നു. എന്താ കാര്യം? ക്രിസ്മസ് വെക്കേഷന് അവൻ നാട്ടിലേക്ക് വരുന്നില്ലത്ര. കാരണം കുട്ടികളൊക്കെ കൂടി എവിടേക്കോ എക്സ്കർഷന് പോകുന്നു. ഓഹോ, പിന്നെയും തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും വെറുതെ ഇടപെടണ്ട. ആ പാവം വേലായുധൻ ഒരു ചായക്കട കെട്ടാൻ ഉദ്ദേശിച്ച സ്ഥലമാണ്. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പദം ഉള്ളിടത്ത് പാതാളം. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വന്നാൽ നാളെ നമ്മുടെ പരിടത്തിൽ കൂടി അവന്മാർ റോഡ് വിട്ടില്ലേ? വേണ്ട ബാലേട്ടാ, വിടാനാ പറഞ്ഞു. വേലായുധേട്ടന് നാക്കില്ലേ? നിങ്ങൾക്കൊന്നും മനസ്സാക്ഷിയില്ല. വേലായുധേട്ടന് നിങ്ങളെ പോലെ ഒരാളല്ലേ? അങ്ങനെ ചായ കെട്ടുന്ന സ്ഥലത്തിലാണോ നിങ്ങൾ റോഡ് വെട്ടുന്നത്? ഞങ്ങൾ കൂലിപ്പണിക്ക് വന്നാ. ഓഹോ, അപ്പൊ ഞാൻ കൂലി എന്നാൽ ഞാൻ പറയുന്ന സ്ഥലത്തൂടെ നിങ്ങൾ റോഡ് വെട്ടി തരുമോ? തരാം. റോഡ് അവിടെ വെട്ടേണ്ടത് പറ. നിങ്ങളുടെയൊക്കെ മുതലാളി ഉണ്ടല്ലോ, ശ്രീമാൻ അനന്തൻ നായർ, അയാളുടെ പരിടത്തിൽ കൂടെ റോഡ് വിട്ടു. ആ റോഡിൽ കൂടെ വേണമായിരിക്കും നിനക്ക് ഷൗക്കുടിയിലേക്ക് പോകാൻ. അപ്പാ, ഞാനും നിന്നെ പോലെ ഈ നാട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനാ. നിർത്താനാവുന്നു. എടാ നിർത്താൻ. ബാല, തടയാറാക്കണ്ട. എല്ലാത്തിനും വിട്ടു കുറുക്കി കളഞ്ഞ വരണടാ. ധൈര്യമുള്ളത് വരണ്ട, ധൈര്യമുള്ളത് വരണ്ട. മുതലാളിയില്ല ഇടപെടണ്ട. ഈ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാ മുതലാളി ഗോഡൌൺ ഉണ്ടാക്കിയത്. ഒരു റോഡ് ഉണ്ടാക്കി തരേണ്ട ഞങ്ങളുടെ ചുമതലയാണ്. ആര് എതിർക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ വിടില്ല. വരട്ടാടാ. നീ അങ്ങനെ ഇപ്പൊ നാട്ടുകാരുടെ പ്രതിനിധി ഒന്നും ആവണ്ട. ആര് പറഞ്ഞു നിങ്ങളോട് റോഡ് വെട്ടാൻ? വേലായുധന് ചായക്കട വെക്കാനുള്ള സ്ഥലത്തോട് റോഡ് വെട്ടാൻ നിന്നോട് ആര് പറഞ്ഞെന്ന്? ഇവിടത്തെ മലഞ്ചരക്ക് മുഴുവൻ വിലയ്ക്ക് വാങ്ങി ഓരോരുത്തന്മാര് ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാൻ മുതലാളിയല്ല വേറെ ആരാ എവിടെ ഉള്ളത്? ഞങ്ങൾ റോഡ് വെട്ടും. വേണ്ട, നിങ്ങൾ കാണിക്കുന്ന അക്രമത്തിനൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടുകയല്ല. ആൽത്തറ വഴി റോഡ് വെട്ടാൻ എനിക്കറിയാം. ഇത്തിരി ദൂരം കൂടുവെന്നല്ലേ ഉള്ളൂ. അതുവഴി റോഡ് വെട്ടുമ്പോ പണിക്കാർക്ക് കുറെ നാളത്തേക്ക് കൂടുതൽ ജോലി ഉണ്ടാവും. അങ്ങനെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉദ്ദേശം. അല്ല നിങ്ങളെ പോലെ പാവങ്ങളെ ഉപദ്രവിക്കലല്ല. ആ പോ, എല്ലാരും പിരിഞ്ഞു പോ. ആ
ചെറുപ്പക്കാരായാലും ഇങ്ങനെ വേണം. അന്യായം എവിടെ കണ്ടാലും എതിർക്കണം. ആ വിവരദോഷികൾക്ക് വേണ്ടി ഞാൻ മാപ്പി ചോദിക്കുന്നു. വരട്ടെ. ബാലേട്ടൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല. മുതലാളി നല്ല മനുഷ്യനാണ്. അങ്ങേരിപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? നിങ്ങൾ 3 പേരും കൂടെ പോയി ഇന്ന് രാത്രി അവനെ ശരിക്കൊന്ന് കാണണം. മനസ്സിലായോ? കേറാ. ഡോക്ടർ, ഹലോ. ബാലൻ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞിട്ടില്ല. ഈ അവസ്ഥയിൽ മറ്റെവിടെങ്കിലും കൊണ്ടുപോകുന്നത് അപകടമാണ്. ഒരുപാട് രക്തം പോയിട്ടുണ്ട്. ഡോക്ടർ, എന്റെ രക്തം ഒന്ന് പരിശോധിക്കും. എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഈ നാട്ടിലെ അന്തസ്സും ആദർശമുള്ള ഒരു ചെറുപ്പക്കാരനായി കിടക്കുന്ന ബാലന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഡോക്ടർ. ദയവ് ചെയ്ത് എന്റെ രക്തം പറ്റുമെന്ന് ഒന്ന് വേഗം നോക്കൂ ഡോക്ടർ. തൽക്കാലത്തേക്ക് വേണ്ടത് കൊടുത്തു. എപ്പോഴായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ അടുത്തേക്ക് ഒരാളെ വിട്ടാൽ മതി. ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കു കുട്ടി. നമ്മുടെ ബാലിനൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അപ്പോ പിന്നെ വരാം ഡോക്ടർ. എങ്ങനെയുണ്ട് കുട്ടി ബാലന്? ബോധം തെളിഞ്ഞോ? ഇല്ല. പിന്നെ ആർക്കായത്? ബോധം വരുമ്പോ കരയാതിരിക്കൂ. നമ്മുടെ ബാലനൊന്നും സംഭവിക്കില്ല. ഞാൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരിക. 2 ദിവസത്തിനകം ബാലനെ ആക്രമിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച തെണ്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെയും തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുക. പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ? കുട്ടി വീട്ടിലേക്ക് വന്നോളൂ. പണം ഞാൻ തരാം. എന്നോട് കാശ് വാങ്ങിക്കുന്നതിൽ അപമാനമൊന്നും തോന്നണ്ട. എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ ബാലൻ. കുട്ടിക്കറിയില്ലേ, അന്ന് റോഡ് വെട്ടിന്റെ കാര്യത്തിൽ ബാലൻ എതിർപ്പാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവന്മാരെ ഓടിച്ചു വിട്ടില്ലേ? ഒട്ടും അടിക്കണ്ട. വീട്ടിലേക്ക് വരണം. ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയെ കണ്ടാൽ മതി. വരില്ലേ? എന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പറയുക. എന്തായാലും കാശിന് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം. നാളെ കാലത്ത് വരട്ടെ. അമ്പകൻ